വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഭാഗമാണ്. ഇതിപ്പോ നിങ്ങളുടെ ഇതൊരു സാൻഡ്വിച്ച് പാനൽസ് ആണ്, അതായത് പിന്നെ ഇതിന്റെ ഇൻസ്റ്റാളേഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ ഈസി. നമസ്കാരം, ബോസ് ഗ്രീൻ ബിൽഡിംഗ് സൊല്യൂഷൻസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് കയ്യിൽ 2-3 ദിവസമേ സമയമുള്ളൂ. പക്ഷേ അതിനിടയ്ക്ക് ഒരു 1000 സ്ക്വയർ ഫീറ്റ് വിസ്തീർണത്തിലുള്ള ഒരു ബിൽഡിങ്ങിന്റെ ഒരു കെട്ടിടത്തിന്റെ ഭാഗം നിങ്ങൾക്ക് പണിയണം, ഒരു കെട്ടിടം പണിയണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ഒരു ചുമര് പണിയാനുള്ള ഒരു ചോയ്സ് ആണ് എൻ്റെ ബാക്കിൽ കാണുന്ന റെനാക്കോൺ റാപ്പിഡ് ബോക്സ്. അപ്പോൾ എങ്ങനെയാണ് അത് ഫിറ്റ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് അതിൻ്റെ ഉപയോഗങ്ങൾ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ റാപ്പിഡ് ബോൾ. അതായത് ഇതൊരു സാൻഡ്വിച്ച് പാനൽസ് ആണ്, അതായത് മുകളിലും താഴെയും സിമെന്റ് ബോർഡ് വന്നിട്ട് അതിനിടയിൽ AAC മെറ്റീരിയൽ ഫില്ല് ചെയ്ത് വരുന്നതാണ് നമ്മളുടെ ഈ റാപ്പിഡ് ബോൾ എന്ന് പറഞ്ഞിട്ടുള്ള മെറ്റീരിയൽ. അപ്പോൾ AAC ബ്ലോക്സ് ആണിത്. ഇതിപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. ഈ മെറ്റീരിയൽ ഇതിനകത്തേക്ക് നമ്മൾ ഫില്ല് ചെയ്ത് വരികയാണ്. അപ്പോൾ ത്രൂ ഔട്ട് ഇത് നമുക്ക് മാക്സിമം ലെങ്ത് വരുന്നത് 10 അടിയാണ് ഹൈറ്റ് വരുന്നത്. അപ്പോൾ അത്രയും ലെങ്ത്തിൽ നമുക്ക് ഒരൊറ്റ ഷീറ്റ് 2 അടിയാണ് വീതി വരുന്നത്. അപ്പം അങ്ങനെ അതുകൊണ്ടാണ് ഇത് ഒരൊറ്റ ഇൻസ്റ്റാളേഷനിൽ തന്നെ നമുക്കൊരു 1000 സ്ക്വയർ ഫീറ്റ് ഒക്കെ നമുക്കൊരു 3-4 ദിവസത്തിൽ നമുക്ക് കംപ്ലീറ്റ്ലി ചുമര് പണി ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും, അതിൻ്റെ ഓപ്പണിങ്സിൻ്റെ കട്ടിങ്ങും എല്ലാം അടക്കം. അപ്പോൾ ഇതാണ് നമ്മുടെ മെറ്റീരിയൽ. ഇത് നമുക്ക് 2 തിക്നെസ്സിൽ വരുന്നുണ്ട്. ഇത് 3 ഇഞ്ച് തിക്നെസ്സിലും വരുന്നുണ്ട്, പിന്നെ 2 ഇഞ്ച് തിക്നെസ്സിലും വരുന്നുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ 10 അടി ഹൈറ്റിലാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ ഈസിയാണ്. നമ്മൾ താഴെയും മുകളിലും ചാനൽസ് ആണ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾക്ക് മറ്റ് ബോർഡുകളായിട്ടൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഫ്രെയിം ഒക്കെ ചെയ്തിട്ട് സ്ക്രൂ ചെയ്തിട്ടൊക്കെ അല്ലേ ചെയ്യുക. ഇതിൽ അങ്ങനെയില്ല. നമ്മൾക്ക് ഇങ്ങനെ ചാനൽസ് മുകളിലും താഴെയും ഫിറ്റ് ചെയ്യും. എന്നിട്ട് അതുമ്മയ്ക്ക് പാനലിൻ്റെ പാളികൾ കയറ്റി വെച്ചിട്ട് തള്ളി വെക്കും. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ പാളി തള്ളി വെക്കും. അപ്പോൾ ഇതുപോലെ കണ്ടോ, ഇങ്ങനെ ലോക്കിംഗ് ആണ് വരിക. നമ്മളൊരു പീസ് മുറിച്ചെടുത്തതാണ്. അതിങ്ങനെ നമ്മൾ താഴെ J ചാനലും മുകളിൽ C ചാനലും ആണ് വെക്കുക. അതിങ്ങനെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത പാനൽ എടുത്ത് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ലോക്ക് ചെയ്ത് വെക്കും. ഇങ്ങനെയാണ് നമ്മളുടെ ഇൻസ്റ്റാളേഷൻ വരുന്നത്. അപ്പോൾ ഒരു ഇത്രയും വലിയ നല്ല നീളമുള്ള ചുമരൊക്കെ ആണെങ്കിലും കുറച്ച് സമയം കൊണ്ട് തന്നെ ഇത് ഫിറ്റ് ചെയ്ത് കഴിയും. പിന്നെ ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഇതിനകത്ത് ചില ആൾക്കാർ ഇത് അങ്ങനെ തന്നെ വിടും. ഈ ഒരു ഗ്യാപ്പ് കാണാൻ ബുദ്ധിമുട്ടില്ലാത്തവർ അവരുടെ ഇന്റീരിയറിന്റെ സ്റ്റൈൽ അങ്ങനെയൊക്കെ ആണെങ്കിൽ അങ്ങനെ ഇടും. ഇനി അതല്ല മൊത്തത്തിൽ ഒരു ഇവണായിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഇതിൽ നമ്മൾ ഫൈബർ മെഷ് വെച്ചിട്ട് പുട്ടി ഫില്ല് ചെയ്ത് പോയിന്റ് ചെയ്തെടുക്കും. ഇത്രയേ ഉള്ളൂ നമ്മുടെ വർക്ക്. ഇത് വെക്കുക, പുട്ടി അപ്ലൈ ചെയ്യുക, കഴിഞ്ഞു. പിന്നെ നേരെ നമുക്ക് അത്യാവശ്യം ഇത് നല്ല ഫിനിഷിങ്ങിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതുമ്പോൾ പുട്ടിയിടണം എന്നൊന്നുമില്ല, ഡയറക്റ്റ് പെയിന്റ് ചെയ്യാം. പിന്നെ ഈ ഗ്യാപ്പിൽ വരുന്ന ഈ ഒരു ഭാഗം കൂടി നല്ല ഇവണായിട്ട് കുറച്ചും കൂടി ഫിനിഷിങ്ങിൽ വരണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു ലെയർ പുട്ടിയിട്ടിട്ട് പെയിന്റ് ചെയ്ത് ഫിനിഷ് ചെയ്യാം. ഇത്രേ പണിയുള്ളൂ. നിങ്ങളുടെ ചുമരൊക്കെ നിസ്സാര സമയം കൊണ്ട് നമുക്ക് പണിതെടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ് ഒരു 1-2 വർഷം കഴിഞ്ഞിട്ട് അത് മാറ്റണമെങ്കിൽ പോലും നമുക്ക് ഈ ഭാഗത്ത് മാത്രമല്ലേ നമുക്ക് ഇവിടെ ഒരു ബന്ധമുള്ളൂ, ഒരു കണക്ഷനുള്ളൂ, ആ ഫൈബർ മെഷ് വെച്ചിട്ടുള്ളത്. അത് വെച്ച് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് 90% ഇത് നമുക്ക് ഡാമേജ് ഇല്ലാതെ റീയൂസ് ചെയ്യാനും പറ്റും. അപ്പം അങ്ങനത്തെ രീതിയിലുള്ള നിങ്ങൾക്ക് ഒരു ടെമ്പററി സെറ്റപ്പാണ് വേണ്ടതെങ്കിലും നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. പിന്നെ ഇതിൻ്റെ ലൈഫ് വരുന്നത് 15 to 20 years ആണ്. അപ്പം നമുക്ക് അത്യാവശ്യം ലൈഫും ഉണ്ട്. നിങ്ങൾക്ക് അത്രയും ഡ്യൂറബിലിറ്റി വേണം നിങ്ങളുടെ കെട്ടിടത്തിനെന്നുണ്ടെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്യാൻ പറ്റും. ഇത് ലോഡ് ബിയറിംഗ് അല്ല, ഇത് നമ്മൾ പാർട്ടീഷൻസിനാണ് ഉപയോഗിക്കുക. സോ അത് എല്ലാവരും ചോദിക്കും ഇതുമ്പോൾ വാർക്കാൻ പറ്റുമോ. അങ്ങനെയില്ല. ഇതുമ്പോൾ നമുക്ക് ഫോട്ടോ ഫ്രെയിമോ ക്ലോക്കോ AC-യോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റാൻഡുകളോ എന്ത് വേണമെങ്കിൽ നമുക്കിതുമ്പോൾ സ്ക്രൂ ചെയ്ത് വെക്കാൻ പറ്റും. പക്ഷെ ഇത് ലോഡ് ബിയറിംഗ് അല്ല, നമുക്ക് പാർട്ടീഷന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. പിന്നെ അതുപോലെ ഇതുമായിട്ട് കമ്പയർ ചെയ്യുന്ന മറ്റു ബോർഡുകൾ ഉണ്ടല്ലോ, ഇങ്ങനെ ചുമര് ഫില്ല് ചെയ്യാൻ ഉപയോഗിക്കുന്നത്, അതുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറച്ചും കൂടി സ്ട്രോങ്ങർ ആയിരിക്കും. കാരണം ഇത് തിക്നെസ് കൂടുതലാണല്ലോ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഫിൽഡ് ആയിട്ടാണ് വരുന്നത്. ഇതിൻ്റെ ഇടയിൽ ഗ്യാപ്പോ അങ്ങനെ വേറെ ഒന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് അതിനേക്കാളും സ്ട്രോങ് ആയിരിക്കും. പിന്നെ അക്വസ്റ്റിക് ഇൻസുലേഷൻ ആണെങ്കിലും തെർമൽ ഇൻസുലേഷൻ ആണെങ്കിലും ഒക്കെ ഇത് മറ്റ് ബോർഡുകളെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഗുണനിലവാരം കൂടിയ രീതിക്കാണ് ഇതിൻ്റെ മാനുഫാക്ചറിങ് വരുന്നത്. പിന്നെ ഇത് റെനാക്കോൺ ആണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ AAC ബ്ലോക്സിൽ ഏറ്റവും പ്രീമിയം ബ്ലോക്കുകൾ ഉണ്ടാക്കുന്ന ബ്രാൻഡാണ് റെനാക്കോൺ. റെനാക്കോണിൻ്റെ തന്നെ പ്രൊഡക്റ്റാണ് നമ്മളുടെ റാപ്പിഡ് ബോൾ. ഇവിടെ നമ്മളുടെ പൈപ്പൊക്കെ കൺസീൽഡ് ആയിട്ട് പോകാൻ വേണ്ടി കട്ട് ചെയ്ത് വെച്ചിരിക്കണതാട്ടോ. നമ്മൾ 3 ഇഞ്ച് പാനലാണെങ്കിൽ നമുക്കിത് പാനലാന്ന് മനസ്സിലാവില്ല. എല്ലാ കാര്യങ്ങളും കൺസീൽഡ് ആയിട്ട് പോകാൻ പറ്റും. സ്വിച്ച് ബോർഡൊക്കെ കൺസീൽഡ് ആയിട്ട് തന്നെ ഇരിക്കാൻ പറ്റും. ഇങ്ങനെയാണ് ഇത്. സാധാരണ നമ്മൾ ചുമര് കട്ട് ചെയ്യുന്ന പോലെ തന്നെ കട്ട് ചെയ്ത് ഫിറ്റ് ചെയ്യാണ് ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ചെയ്യാം. പിന്നെ ഇത് ജനലിന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഭാഗമാണ്. ഇതിപ്പോൾ എങ്ങനെയാണോ നിങ്ങളുടെ ചുമരിൻ്റെ അളവ് വരുന്നത്, ജനലയുടെ അളവ് വരുന്നത് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് മുന്നേ ഇതുപോലെ കട്ട് ചെയ്ത് വെക്കുകയാണ് ചെയ്യുക.
അപ്പോൾ റാപ്പിഡ് വാൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും കെട്ടിടം പണിയണം എന്നൊരു ഐഡിയ തോന്നിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ അടുത്തേക്ക് വരാട്ടോ. ബോസ് ഗ്രീൻ ബിൽഡിംഗ് സൊല്യൂഷൻസ് എന്നാണ് ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ പേര്. തൃശ്ശൂർ തല്ലൂർ ബൈപ്പാസിന്റെ അടുത്തായിട്ടാണ് ഞങ്ങളുടെ സ്ഥാപനം വരുന്നത്. ഞങ്ങൾ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് വിളിക്കാം. ഇതുപോലെ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.